സാധാരണഗതിയിൽ ഈ പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ സന്ദർശിക്കുമ്പോൾ യാത്രാ പരിപാടിയൊക്കെ കൃത്യമായി മുൻനിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുകയാണ് പതിവ്. ഇന്നിപ്പോൾ ആ ഷെഡ്യൂൾ മുഴുവൻ മാറി മറിയുന്നു. പ്രത്യേകിച്ചും ഈ ചൂരൽമലയിലൊക്കെ 50 മിനിറ്റോളം, ഏതാണ്ട് 1 മണിക്കൂറോളമാണ് പ്രധാനമന്ത്രി ചെലവിട്ടത്. അതൊക്കെ അസാധാരണമാണ്. ഇപ്പോൾ ഈ കളക്ട്രേറ്റിലെ യോഗം നടക്കുന്നു, അതിലും അദ്ദേഹം പങ്കെടുക്കുന്നു. മുൻ നിശ്ചയിച്ച പ്രകാരമാണെങ്കിൽ ഏതാണ്ട് 3:55 കണ്ണൂരിൽ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് പോകേണ്ടതാണ് മോദി പക്ഷേ തുടരുകയാണ് കൽപ്പറ്റയിൽ തന്നെ. അപ്പോൾ യാത്രയൊക്കെ നീളും. ഇതൊക്കെ ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളുന്നു എന്നതിന്റെ സൂചനയെ തന്നെയാണോ കാണേണ്ടത്? അദ്ദേഹം പോകേണ്ട ഒരു സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം ആ നിശ്ചയിച്ച ഷെഡ്യൂൾ പ്രകാരമല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഈ ചൂരൽമലയടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ ഒരുപാട് സമയം ചിലവഴിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ആ മേഖലയെല്ലാം കണ്ട് മനസ്സിലാക്കി അതിനുശേഷം ദുരന്തത്തിൻ്റെ വ്യാപ്തി അറിഞ്ഞ് അങ്ങനെ പൂർണ്ണമായും പഠിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇതിനുശേഷമാണ് അദ്ദേഹം ക്യാമ്പുകളിലെത്തി ആളുകളെ കണ്ടത്, അതിജീവിച്ച മനുഷ്യരെ കണ്ടത്. അവിടുത്തെ ആളുകൾ അവരെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരോട് അദ്ദേഹം സംസാരിച്ചു, അവർക്ക് മാനസിക പിന്തുണ നൽകി. ഇതിനുശേഷം മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെത്തി. അവിടെ പരിക്കേറ്റ ആളുകൾ, ചികിത്സയിൽ കഴിയുന്ന ആളുകൾ, ഈ മഹാദുരന്തത്തെ അതിജീവിച്ച മനുഷ്യർ, അവർക്കെല്ലാം തന്നെ മാനസിക പിന്തുണ നൽകി. ഇതിനുശേഷമാണ് ഈ അവലോകന യോഗത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അവലോകന യോഗം ഈ വൈകിയ സമയത്തും, അതായത് നിശ്ചയിച്ച ഷെഡ്യൂളുകളെ മറിമറിക്കുന്ന വിധത്തിലാണ് പ്രധാനമന്ത്രി അധിക സമയം ഈ നാടിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അവലോകന യോഗത്തിന് ശേഷം കൃത്യമായ രീതിയിൽ ഒരു രൂപരേഖ അത് ചീഫ് സെക്രട്ടറി അവതരിപ്പിക്കുന്നു. ആ ചീഫ് സെക്രട്ടറി ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. ഏത് തരത്തിലുള്ള സാമ്പത്തിക സഹായം, എന്ത് ഇടപെടൽ, അത് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ഈ ഏറ്റ മുറിവിന് പുരട്ടുന്ന ലേപനമെന്ത്, അതാണ് ഇവർ മുറ്റുനോക്കുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പിന്തുണ തന്നെ സംസ്ഥാനം തേടുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ സഹായത്തോടു കൂടി മാത്രമേ ഇങ്ങനെ വയനാടിനെ അതിജീവിപ്പിക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് എത്തിക്കാൻ കഴിയൂ. ആ ദൗത്യത്തിൻ്റെ പ്രഖ്യാപനം നമ്മൾ കാതോർക്കുന്നു. ആ ദൗത്യം എന്താണ്? ആ ദൗത്യത്തിൽ പ്രധാനമന്ത്രി എത്തിയ ഈ ഒരു ഇടപെടൽ എന്ത് തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. യോഗം ഇപ്പോഴും തുടരുകയാണ്. യോഗം ഇനിയും അവസാനിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളുകളെല്ലാം തന്നെ മാറിമറിയുന്ന വിധത്തിൽ, സമയക്രമങ്ങളെല്ലാം തന്നെ മാറിമറിയുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വിശദമായി കേൾക്കുകയാണ് പ്രധാനമന്ത്രി എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. മൊത്തത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലും മുഖ്യമന്ത്രി തലത്തിലും എല്ലാം തന്നെ അദ്ദേഹം വിശദമായി ഈ ഇവിടുത്തെ ഒരു അവസ്ഥ എന്തെന്ന് വിശദമായി കേൾക്കുന്നു, അത് പഠിക്കുന്നു, കൃത്യമായി രേഖപ്പെടുത്തുന്നു. സ്വാഭാവികമായും അത് എങ്ങനെയാണ് ഉണ്ടാവുക, ആ സാമ്പത്തിക പിന്തുണ എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ കൈവിടില്ല കേന്ദ്ര സർക്കാർ എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. കാരണം അത്രമാത്രം വ്യാപ്തിയുള്ള ദുരന്തമാണ്. ഒരുപക്ഷെ പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നു എന്നുള്ളത് വലിയ പ്രത്യേകത തന്നെയാണ്. കാരണം സമീപ ചരിത്രത്തിലൊന്നും അത്തരത്തിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തുന്ന അനുഭവം ഉണ്ടായിട്ടില്ല. ഇത്രയും വ്യാപ്തിയുള്ള ദുരന്തവും കേരളത്തിൽ സമീപ ചരിത്രത്തിലൊന്നും ഉണ്ടായിട്ടുമില്ല. അത്രമാത്രം മരണസംഖ്യ, 500 കടന്നു പോകാവുന്ന മരണസംഖ്യ, അത്രയധികം ആളുകൾക്ക് ജീവഹാനി, നിരവധി കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടു, നിരവധി വീടുകൾ തകർക്കപ്പെട്ടു, പലർക്കും ഉറ്റവർ ഇല്ലാതായി. ഒരു കുടുംബങ്ങൾ പൂർണ്ണമായും മരിച്ചു പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. അങ്ങനെ വലിയൊരു മഹാദുരന്തമായി മാറിയിരിക്കുന്നു ഈ പുഞ്ചിരിമട്ടത്തു നിന്നും പൊട്ടിയൊലിച്ച ഒരു ഗ്രാമത്തെ മുഴുവൻ പൂർണ്ണമായും തകർക്കുന്ന നിലയിലേക്ക് മുണ്ടക്കയും പിന്നിട്ട് ചാലിയാറിലേക്ക് ഒഴുകിയ മൃതദേഹങ്ങൾ, അതൊക്കെ ഞെട്ടലുണ്ടാക്കുന്ന കാഴ്ചകളായിരുന്നു. ഇതെല്ലാം തന്നെ നേരിട്ട് ആ ഒരിടത്തെത്തിയ, അതായത് ഈ സംഭവം നടന്ന പ്രദേശത്തെത്തിയ പ്രധാനമന്ത്രി വിലയിരുത്തിയിട്ടുണ്ട്. അത്രമാത്രം വലിയ മഹാദുരന്തത്തെ നേരിടുന്നു കേരളം. ആ കേരളത്തെ സഹായിക്കാൻ പ്രധാനമന്ത്രി സ്വാഭാവികമായും തയ്യാറാകും. അത്തരത്തിൽ നിലപാട് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളും. അങ്ങനെ ഒരു സാമ്പത്തിക സഹായം സംസ്ഥാനം മുന്നോട്ട് വെച്ച ഈ അതിതീവ്ര ദുരന്തത്തിൽ ഏത് വിധത്തിൽ കൈപ്പിടിച്ച് ഈ സംസ്ഥാനത്തെ ഉയർത്തും എന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അത്തരത്തിലുള്ള പ്രഖ്യാപനത്തിലേക്ക് പ്രധാനമന്ത്രി എത്തും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഒരുപക്ഷെ ഇവിടെ നിന്ന് മടങ്ങുന്ന അദ്ദേഹം ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി നേരിട്ടറിഞ്ഞ അദ്ദേഹം എക്സിൽ ഒരു വരിയെങ്കിലും കുറിച്ചിടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇന്നുണ്ടാകില്ല. ഒരുപക്ഷെ ഡൽഹിയിലെത്തിയ ശേഷം വിശദമായ കൂടിയാലോചനയ്ക്ക് ശേഷം പ്രതികരണം ഉണ്ടാകും. അതൊരു വലിയ പ്രഖ്യാപനമാകണം. സാമ്പത്തികമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ആകണം. സാമ്പത്തിക സഹായം
സഹായം ഏത് തരത്തിൽ സംസ്ഥാനത്തെ സഹായിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ യോഗത്തിൽ അതിന് ഗുണപരമാകുന്ന തരത്തിലേക്കുള്ള ഒരു പ്രഖ്യാപനം ഇടപെടൽ ഈ യോഗത്തിൻ്റെ ഭാഗമായി ഉരുത്തിരിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. പ്രധാനമന്ത്രി ഇവിടെ നിന്ന് മടങ്ങിയ ശേഷം ഈ ദുരന്തത്തിൽ നിന്നും വയനാടിനെ അതിജീവിപ്പിക്കാൻ, ഇവിടുത്തെ ഈ മണ്ണിനെ വീണ്ടെടുക്കാൻ, ഇവിടുത്തെ മനുഷ്യജീവിതം വീണ്ടും കരുപ്പിടിപ്പിക്കാൻ, അതിജീവിച്ച മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ അതിനെല്ലാം തന്നെ കേന്ദ്രത്തിൻ്റെ പിന്തുണ അനിവാര്യതയാണ്. ആ കേന്ദ്ര പിന്തുണ ഉണ്ടാകുമെന്ന് തന്നെയാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. ആ സംസ്ഥാനം പ്രതീക്ഷിക്കുന്ന അളവിലേക്ക് ആ ഒരു സഹായം എത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ അടക്കം സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനം തേടുന്നത് ഇങ്ങനെ ഒരു സാമ്പത്തിക പിന്തുണ വേണം. അതായത് 2000 കോടി രൂപയുടെയെങ്കിലും നഷ്ടം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും പുനരധിവാസം ദുരന്തബാധിത മേഖലയിൽ മാത്രമല്ല, ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ അനവധിയുണ്ട് വയനാട്ടിൽ. എല്ലായിടത്തും പുനരധിവാസം സാധ്യമാകുന്ന വിധത്തിലേക്കുള്ള ഒരു സമഗ്ര പാക്കേജ് വയനാടിന് വേണ്ടി നൽകും എന്ന് തന്നെയാണ് കരുതുന്നത്. അത്തരത്തിലൊരു ദൗത്യം അത് തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് ഈ വിഷയങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുകയും അപഗ്രഥിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ പ്രദേശത്ത് നേരിട്ടെത്തി കാര്യങ്ങൾ 50 മിനിറ്റിലധികം ഒരിടത്ത് തന്നെ നിന്ന് കണ്ട് വിലയിരുത്തുന്ന സമീപനമാണ് ഉണ്ടായത്. ആ ബെയിലി പാലത്തിൽ അദ്ദേഹം നടന്നു. അതിനുശേഷം ആ മേഖല മുഴുവൻ കണ്ടു. പിന്നീട് വെള്ളാർമല സ്കൂളിലേക്ക് പോയി. വെള്ളാർമല സ്കൂളിലെ ശേഷിക്കുന്ന കെട്ടിടഭാഗങ്ങൾ, അതിജീവിച്ചു നിൽക്കുന്ന കെട്ടിടഭാഗങ്ങൾ എല്ലാം തന്നെ അദ്ദേഹം വിശദമായി നോക്കി. പിന്നീടാണ് ക്യാമ്പുകളിലേക്ക് പോയത്. ഈ അപകടത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ആകാശ ദൃശ്യവും അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം പൂർണ്ണമായും അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നേരിട്ട് മനസ്സിലാക്കിയ ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തെ കൈപ്പിടിച്ചുയർത്തും. ഈ ഘട്ടത്തിൽ കേരളത്തിനൊപ്പം നിന്ന് കേരളത്തെ അതിജീവിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. അതിന് ഉപയുക്തമായ വിധത്തിലുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിയുന്നത്. ഈ അവലോകന യോഗം ഇപ്പോഴും ജില്ലാ കളക്ടറേറ്റിൽ തുടരുകയാണ്. വേണു. സുർജിത്ത്, ഈ വയനാടിനൊരു പ്രാധാന്യം BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറച്ചു നാളുകളായി നൽകുന്നുണ്ട്. അതിന്റെ രാഷ്ട്രീയവും നമുക്ക് വ്യക്തമാണ്. ഗാന്ധി കുടുംബം മത്സരിക്കുന്ന അന്നു മുതലാണ് വയനാടിനുള്ള സമീപനം വ്യത്യസ്തമാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ BJPയുടെ. ഒരവസരവും രാഷ്ട്രീയമായി ഉപയോഗിക്കാതിരിക്കുന്ന മട്ട് അവർ കാണിച്ചിട്ടുമില്ല. ഇപ്പോൾ സുർജിത്ത് തന്നെ മുൻപ് വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ആ ഘട്ടത്തിലും കേന്ദ്രത്തിൽ നിന്ന് ബന്ധപ്പെട്ട മന്ത്രി വയനാട്ടിലെത്തുന്നു. അതും അസാധാരണമാണ്. എന്നിട്ട് സംസ്ഥാന സർക്കാരിനെയാണ് പഴിക്കുന്നത്. കൂടാതെ ഈ ക്ഷുദ്രജീവിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടക്കുന്നു. കേരളവും കേന്ദ്രവും 2 ദിശയിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നു. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇനി ഇത്തരമൊരു മഹാദുരന്തം സംഭവിച്ചപ്പോഴും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. അമിത്ഷാ വസ്തുതാവിരുദ്ധമായ പ്രതികരണങ്ങൾ നടത്തുന്നു. അപ്പോൾ എന്തായാലും ഇതുവരെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ കേരളത്തെ പഴിക്കുന്നതാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ നിറം ഇല്ലാത്ത ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനത്തിന് ശേഷം ഉണ്ടാകുമെന്ന് കരുതാൻ ന്യായമുണ്ടോ? തീർച്ചയായും വേണു. ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത് അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ നിറം അതുണ്ടാകരുതെന്ന് തന്നെയാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ഇവിടെ ലഭിക്കേണ്ട ആശ്വാസ പ്രവർത്തനങ്ങളെ അത് ആ ഒരു കരുതലിനെ ബാധിക്കും. പക്ഷേ ആദ്യഘട്ടത്തിൽ വന്ന പ്രതികരണങ്ങളെല്ലാം തന്നെ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണങ്ങളെല്ലാം തന്നെ ഒരു അതിസങ്കീർണമായ പ്രതികരണങ്ങളായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ കൂടി ഉയർന്നിരുന്നു. പക്ഷേ സംസ്ഥാന മന്ത്രിമാരെല്ലാം തന്നെ കരുതലോടുകൂടി ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സഹായം തന്നെയാണ്. അത് ആർജിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു മറ്റൊരു പ്രതികരണത്തിലേക്ക്, ഒരു രാഷ്ട്രീയത്തിൻ്റെ നിറം നൽകാത്ത വിധത്തിലുള്ള പ്രതികരണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ധാരാളമുണ്ട്. അവിടെയെല്ലാം തന്നെ ഇവിടെ മനുഷ്യർ കഴിയുന്നുണ്ട്. ഇതൊരു ടോട്ടലായിട്ടുള്ള പുനരധിവാസം, അതായത് മൊത്തത്തിലുള്ള പുനരധിവാസ സാധ്യതയിലേക്ക് എത്തേണ്ടി വരും. ആ മേഖല മാത്രമല്ല, ഇനിയും ഇങ്ങനെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ ധാരാളമുണ്ട്. അത്രമാത്രം വലിയ മഴപ്പെയ്ത്ത് പെയ്താൽ ഇങ്ങനത്തെ ദുരന്തങ്ങൾ ആവർത്തിക്കാനുള്ള ഇടങ്ങൾ ധാരാളമായി സെൻസിറ്റീവായ സ്ഥലങ്ങൾ വയനാട്ടിൽ ഇനിയുമുണ്ട്. അത്തരം മേഖലയിലെല്ലാം തന്നെ ജനവാസം സാധ്യമാകുമോ എന്നുള്ളത് തന്നെ ആ ഒരു വിലയിരുത്തൽ പൊതുവെ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും വലിയ അളവിലുള്ള ഒരു സാമ്പത്തിക പിന്തുണയാണ് തേടേണ്ടി വരിക, സാമ്പത്തിക പിന്തുണയാണ് ലഭ്യമാകേണ്ടി വരിക. അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. പ്രധാനമന്ത്രി സ്വാഭാവികമായും അത്തരത്തിൽ ഒരു രാഷ്ട്രീയ നിറം എന്നുള്ള തരത്തിലേക്ക് എത്താതെ ഈ വിഷയത്തെ കണ്ടുകൊണ്ട് നേരിട്ട് ബോധ്യപ്പെട്ട ആളാണ്.
അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് അദ്ദേഹം എത്തും. അതായത് ഈ സംസ്ഥാനം ആവശ്യപ്പെടുന്ന ആ ഒരു തുകയിലേക്ക് ഇത് അതിതീവ്ര ദുരന്തമെന്നും ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്ന വിധത്തിലേക്ക് എത്രമാത്രം സാമ്പത്തിക പിന്തുണ നൽകാൻ കഴിയും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുന്ന രീതിയിലേക്കുള്ള സമീപനത്തിലേക്ക് എന്തായാലും എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇതാ യോഗം കഴിഞ്ഞതായി നമുക്ക് സൂചനകൾ ലഭ്യമാകുന്നു. ഇതിൻ്റെ ഗേറ്റ് കളക്ടറേറ്റിൻ്റെ 2ാം ഗേറ്റ് തുറന്നിടുന്നു. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഇവിടെ നിന്നും ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. വാഹനങ്ങളെല്ലാം തന്നെ സജ്ജമായി നിൽക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ തയ്യാറായി നിൽക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും പ്രധാനമന്ത്രി ഇറങ്ങി നേരെ ഹെലിപാഡിലേക്ക് തൊട്ടടുത്ത് തന്നെയാണ്. 1/2 മിനിറ്റ് പോലും യാത്ര SKMJ സ്കൂളിലേക്ക് ഇല്ല. എത്ര മണിക്കാണ് ഈ യോഗം തുടങ്ങിയത്? ഇപ്പോൾ ഇത് അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര മണിക്കൂർ ദൈർഘ്യമുണ്ടായിരുന്നു ആ യോഗത്തിന്? ഏതാണ്ട് 1/2 മണിക്കൂറോളം ഇവിടെ ഈ കളക്ടറേറ്റിലും അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. യോഗം തുടങ്ങി. അതിനുശേഷം വിശദമായ രീതിയിൽ തന്നെ ചീഫ് സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ട് കേട്ടു. മുഖ്യമന്ത്രി തൊട്ടടുത്തുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം തന്നെ ആ വിലയിരുത്തലുണ്ടായി. മന്ത്രി K രാജൻ അടക്കമുള്ളവർ ഇവിടേക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട്. സമഗ്രമായ രീതിയിലുള്ള ഈ വിഷയം എല്ലാം തന്നെ അവതരിപ്പിക്കാൻ ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ യോഗത്തിൽ ഗോപി കൃഷ്ണൻ ഇപ്പോൾ ചേരുന്നുണ്ട്. ഗോപി പുതിയ വിവരങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗോപി, യോഗം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയുന്നത്. എന്തൊക്കെ ചർച്ചയായി? യോഗം അവസാനിച്ചു എന്നതിന് സ്ഥിരീകരണമുണ്ടോ? പ്രധാനമന്ത്രി ഇപ്പോൾ പുറപ്പെടുമോ? എന്തൊക്കെയാണ് കിട്ടുന്ന വിവരങ്ങൾ? വേണു, യോഗം ഏതാണ്ട് പൂർത്തിയായി, അവലോകന യോഗം പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മന്ത്രിസഭ ഉപസമിതിയിൽ അംഗങ്ങളായ രാജനും ഒക്കെ ഇപ്പോൾ ഒരു വാഹനത്തിൽ ഇവിടേക്ക് പുറത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പുറത്തേക്ക് കടന്നിട്ടില്ല, കളക്ടറേറ്റിൽ തന്നെ തുടരുകയാണ്. ഏതായാലും 4:10 കൂടിയാണ് യോഗം തുടങ്ങിയത്. ഏതാണ്ട് 20-25 മിനിറ്റായി യോഗം നീണ്ടു. നേരത്തെ നമ്മൾ കരുതിയിരുന്നത് പ്രധാനമന്ത്രിയുടെ യാത്രാ പരിപാടിയിലെ സമയക്രമം തന്നെ തെറ്റിയതുകൊണ്ട് ഒരുപക്ഷെ ഇത് വളരെ വേഗത്തിൽ ഒരു ഹ്രസ്വമായ അവലോകന യോഗം മാത്രമായിരിക്കും കളക്ടറേറ്റിൽ ഉണ്ടാവുക എന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. വയനാട്ടിലെത്തി അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചതിലും കൂടുതൽ സമയം ദുരന്തബാധിത മേഖലയിലും അതോടൊപ്പം തന്നെ ദുരിതബാധിതരെ നേരിട്ട് കാണുന്നതിനും ആശുപത്രിയിൽ പോയി ചികിത്സയിലുള്ളവരെ കാണുന്നതിനുമൊക്കെയായി ചിലവിട്ടിട്ടുണ്ട്. സ്വാഭാവികമായും കേരളം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ വയനാടിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ആഴവും ഒക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പ്രധാനമന്ത്രിക്ക് ഈ യാത്ര കൊണ്ട് കഴിയും. അതുകൊണ്ട് തന്നെ കേരളം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പിന്തുണയും സഹായവും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും എന്നാണ് കരുതുന്നത്. ഏതായാലും അവലോകന യോഗം കളക്ടറേറ്റിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. മന്ത്രിസഭ ഉപസമിതിയിലെ അംഗങ്ങൾ നേരത്തെ പുറത്തേക്ക് വരുന്നത് കണ്ടു. ഇപ്പോൾ കളക്ടറേറ്റിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പുറത്തേക്ക് വന്നിട്ടില്ല. ഈ അവലോകന യോഗത്തിൽ കേരളം ആവശ്യപ്പെട്ട തരത്തിലുള്ള എന്തെങ്കിലും സ്പെഷ്യൽ പാക്കേജോ അതല്ലെങ്കിൽ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഒരു വിഹിതമോ അത് നൽകുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് കേരള സർക്കാരിന് നൽകുമോ എന്നതിലാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്നിപ്പോൾ മടങ്ങിപ്പോയ ശേഷം ഒരുപക്ഷെ ഏത് തരത്തിലുള്ള ഒരു ഇടപെടലാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നടത്താൻ പോകുന്നത് എന്നതിലൊരു പ്രഖ്യാപനം ഒരുപക്ഷെ ഡൽഹിയിൽ വെച്ചായിരിക്കും നടത്തുക. ഏതായാലും യോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി അദ്ദേഹത്തോടൊപ്പം തന്നെ യാത്ര തിരിക്കും. അതിനുശേഷം മന്ത്രിമാർ ആരെങ്കിലും മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമോ എന്ന് ഉറപ്പില്ല. അതല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരാൻ നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഏതായാലും കേരളം പ്രതീക്ഷിക്കുന്ന തരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് വയനാടിനായി ഒരു സ്പെഷ്യൽ പാക്കേജോ അതല്ലെങ്കിൽ കേരളം ആവശ്യപ്പെട്ടതുപോലെ ദുരന്ത നിവാരണ നിധിയിൽ നിന്നൊരു ഗണ്യമായ ഒരു വിഹിതമോ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വയനാട്ടിലേക്കുള്ള സന്ദർശനം ആ തരത്തിലൊരു ജെസ്റ്ററാണ്. കാരണം കേരളത്തിൻ്റെ ഈ വയനാട്ടിലുണ്ടായ മഹാദുരന്തത്തിൽ കേരളത്തിന് പിന്തുണ നൽകാൻ തയ്യാറായിരിക്കുന്നു എന്നതിൻ്റെ ഒരു ജെസ്റ്ററായിട്ടാണ് പ്രധാനമന്ത്രിയുടെ വരവിനെയും അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചതിലും കൂടുതൽ സമയം ദുരന്ത മേഖലയിലും ദുരിതബാധിതർക്കൊപ്പവും ചികിത്സയിൽ കഴിയുന്നവർക്കൊപ്പവും അദ്ദേഹം ചിലവഴിക്കാൻ എടുത്തതുമൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഫലം ഉണ്ടാക്കും എന്നാണ് വേണു കരുതുന്നത്. ഏതായാലും കളക്ടറേറ്റിന് മുന്നിൽ നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പുറത്തേക്ക് വരുമെന്നാണ്. അവലോകന യോഗം പൂർത്തിയായി കഴിഞ്ഞു എന്ന വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. വേണു, ഗോപികൃഷ്ണൻ ഇപ്പോൾ വിശദമായി നമ്മളൊരു ഡിജിറ്റൽ പ്രസന്റേഷൻ നടത്തുന്നു. എന്തൊക്കെയായിരുന്നു ഈ നാശനഷ്ടങ്ങൾ, മനുഷ്യനാശം, അതുപോലെ തന്നെ ജീവനോപാധികളുടെ നഷ്ടം? അങ്ങനെ ഒരു മേഖലയെ വീണ്ടെടുക്കാൻ കഴിയാത്ത രൂപത്തിൽ ആണ് ഈ ഉരുൾ അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് പുനർനിർമ്മാണം, പുനരധിവാസം ഇതൊക്കെ വലിയ വെല്ലുവിളിയാണ്. അത് സമഗ്രമായി ഒരു ചിത്രമെന്ന നിലയിൽ മോദിക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു കാണുമോ കേരളത്തിന്?
വേണു, നമുക്കറിയാം ഈ ദുരന്തബാധിത മേഖലയിൽ ആദ്യം പ്രധാനമന്ത്രി ചെയ്തത് ഒരു വ്യോമ നിരീക്ഷണം നടത്തുക, ഒരു ആകാശ നിരീക്ഷണം നടത്തുക എന്നതാണ്. അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയും അതോടൊപ്പം ചീഫ് സെക്രട്ടറിയും ഒക്കെ ഓരോ പ്രദേശത്തും എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് വിശദീകരിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം റോഡ് മാർഗം ചൂരൽമലയിലേക്ക് എത്തിയത്. അവിടെ ബെയിലി പാലത്തിലെത്തി ഓരോ പ്രദേശത്തും അദ്ദേഹം ചെല്ലുകയും അവിടെ സൈനിക ഉദ്യോഗസ്ഥർ എല്ലാം അദ്ദേഹത്തിന് എന്താണ്, സൈനിക ഉദ്യോഗസ്ഥരും അതോടൊപ്പം ചീഫ് സെക്രട്ടറിയും ഒക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് ഒരു മേഖലയാകെ, ഒരു പ്രദേശത്തെ ആകെ ഛിന്ന ഭിന്നമാക്കിയ ഉരുൾപൊട്ടലാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു മഹാദുരന്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഉരുൾപൊട്ടലാണ്